വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത്, അവരുടെ പേരിൽ മൗലൂദ് ചെല്ലുന്നത്, അവരുടെ മദ്ഹുകൾ പാടുന്നതും പറയുന്നതും ഇസ്ലാമികമാണെന്ന് സുയൂത്തി ഇമാം അടക്കമുള്ള ഇബ്നു ഹജർ അൽ അസ്കലാനി അടക്കമുള്ള മഹാന്മാർ ഹാവി പോലുള്ള കിതാബുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പാനും സുന്നത്തിലുമല്ലാത്ത പല കാര്യങ്ങളും കേരളത്തിലെ മുജാഹിദുകളും സുന്നികളും ചെയ്യുന്നുണ്ട്. ഖുർആനും ഹദീസും പറയാത്ത പലതും. ഇതിനൊക്കെ അടിസ്ഥാനം ഇജ്മാവും ഖിയാസും ഒക്കെയാണല്ലോ. അപ്പൊ ഇത്തരത്തിൽ സുയൂത്തി ഇമാമിന്റെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നബി തങ്ങളുടെ മദ്ഹ് പറയുന്നത് ശരിയല്ലേ? അതിനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പ്രവാചകനെ സ്നേഹിക്കാമോ, പ്രവാചക മഹത്വങ്ങൾ പറയാമോ, പ്രശംസിക്കാമോ എന്ന വിഷയത്തിൽ എവിടെയും രണ്ടഭിപ്രായം ഇല്ല, ഉണ്ടാവാനും പാടില്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കാര്യം പറയുകയും ചെയ്തു. വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ നബിയുടെ ഓരോ അധ്യാപനങ്ങളെയും കഴിവിൻ്റെ പരമാവധി അനുധാവനം ചെയ്യുവാനും നബിയുടെ മഹത്വങ്ങളെ എത്ര തന്നെ അത് വർണ്ണിച്ചാലും തീരാത്തത്രയാണ് എന്നുമൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തും. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്തിനേറെ അഹ്ലുസുന്നയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അസ്വാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ എന്നാണ് കിതാബിന്റെ പേര് തന്നെ. അസ്വാരിമുൽ മസ്ലൂൽ, ഊരിപ്പിടിച്ച വാള്, അലാ ഷാത്തിമിർ റസൂൽ, റസൂലിനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഊരിപ്പിടിച്ച വാൾ എന്നാണ് കിതാബിന് പേര് തന്നെ. ആ പേര് കേട്ട തന്നെ ബേജാറായി പോകും. അത്രയേറെ നബിയെ ആക്ഷേപിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. നബിക്കെതിരെ എന്തു ആക്ഷേപം ഉന്നയിച്ചാലും അതിനെതിരെ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അന്ന് രചിച്ച ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് അസ്വാരിമുൽ മസ്ലൂൽ എന്ന ഗ്രന്ഥം. ഈ നബിയുടെ മഹത്വങ്ങളാണെങ്കിൽ പ്രവാചകന്റെ മഹത്വം വിശ്വാസിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ എല്ലാ രംഗത്തും ആ നബിയുടെ മഹത്വങ്ങളെ അവർ പറയുകയും പാടുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ധാരാളമായി കാണാൻ. ഒറ്റ ഉദാഹരണം, വിസ്ഡം ഓർഗനൈസേഷൻ നടത്തുന്ന ഏറ്റവും ഒരു മഹത്തായ സംരംഭമാണ് പീസ് റേഡിയോ എന്നത്. ആ പീസ് റേഡിയോ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നബിയുടെ മഹത്വങ്ങളെ എത്രയാണ് അതിൽ എടുത്തു പറയുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഓരോ രംഗത്തും തിരുനബിയുടെ കൂടെ എന്ന പ്രത്യേകമായ പംക്തി മുതൽ നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ അധ്യാപനങ്ങളെ എടുത്തു പഠിപ്പിക്കുന്ന ധാരാളം സംരംഭങ്ങളാണ് പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തിലുള്ളത്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസ പാഠപുസ്തകങ്ങൾ, അതൊക്കെ പരിശോധിച്ചാലും അവിടെയെല്ലാം നബിയുടെ മഹത്വങ്ങളെ വർണ്ണിക്കുന്ന ധാരാളം ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇവിടെയുള്ള ചർച്ച റബീഉൽ അവ്വൽ മാസം 12 ഒരു ഈദായി കണ്ട്, ഒരു ആഘോഷമായി കണ്ട്, ബലിപെരുന്നാൾ പോലെ, ചെറിയ പെരുന്നാൾ പോലെ ഒരു ഈദായി കണ്ട് അതൊരു പ്രത്യേകമായ ആഘോഷമായി അത് നിർവഹിക്കാൻ വകുപ്പുണ്ടോ എന്നാണ്. അത് എവിടെ മുതൽ ആരംഭിച്ചു, എങ്ങനെ ഉണ്ടായി, എല്ലാം ഇവിടെ നേരത്തെ സംസാരത്തിൽ വിവരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്കത് പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, മദ്ഹബിന്റെ 4 ഇമാമുമാരും അത് പരിചയപ്പെട്ടിട്ടില്ല. അതേപോലെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമുദി, ഇമാം നസായി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർക്കും ഇക്കാര്യം പരിചയമില്ല. ഹിജറ 300-കളിൽ ഷിയാക്കൾ കൊണ്ടുവന്ന അവരുടെ തെറ്റായ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത ഒരു പുത്തനാചാരം, പിന്നീട് 600-കളിൽ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഇർബലിലെ ഒരു രാജാവ് ഏറ്റെടുത്ത് രണ്ടാമത് കൊണ്ടുവന്ന ഒരാചാരം. അത് വന്നതിന് ശേഷം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ, ചോദ്യകർത്താവ് പറഞ്ഞ ജലാലുദ്ദീൻ സുയൂത്തിയാണെങ്കിലും ഇനി അതെല്ലാം മറ്റ് ഏത് പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള, ഇബ്നു ഹജർ ഹൈതമിയെ പോലെയുള്ള, ഇബ്നു ഹാജുൽ മാലിക്കിയെ പോലെയുള്ള, അതേപോലെ അബൂ ഉമർ ഫാക്കിഹാനിയെ പോലെയുള്ള ഏത് പണ്ഡിതന്മാരെ പരിശോധിച്ചാലും ആ പണ്ഡിതന്മാരൊക്കെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്ത ഏത് പണ്ഡിതന്റെ കിതാബ് എടുത്താലും അവരൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത് ബിദ്അത്താണ് എന്നത്. ബിദ്അത്താണ് എന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. എല്ലാവരും ഏകോപിക്കുന്നു ഇത് ബിദ്അത്താണ്. പിന്നെ ചിലർ നല്ല ബിദ്അത്ത് എന്ന് പറയാമോ, ഇല്ലേ, അതല്ല ചീത്ത ബിദ്അത്ത് തന്നെയാണോ എന്ന വിഷയത്തിൽ മാത്രമേ അവിടെ രണ്ടഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ.